രണ്ടാമത്തെ ഒരു കാര്യമാണ് അവോയ്ഡിങ് സെൽഫ് റിജക്ഷൻ. എന്താണ് ഈ സെൽഫ് റിജക്ഷൻ? എന്തൊരു കാര്യം നമ്മളോട് ചെയ്യാൻ തന്നാലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ഫേസ് ചെയ്താലും നമ്മൾ സ്വയമേ നമ്മളെ അങ്ങ് വിലയിരുത്തും. എന്ത്? എന്നെ കൊണ്ട് അതിനെ കൊള്ളില്ല, അല്ലെങ്കിൽ എന്നെ കൊണ്ടൊന്നും ആവില്ല അപ്പാ. ഈ ഡയലോഗായിരുന്നു ഞാൻ എപ്പോഴും അടിക്കുന്നത്. സത്യത്തിൽ അതാണ് വേറൊരു മിസ്റ്റേക്ക്. എന്ത് കാര്യം വന്നാലും നമ്മൾ സ്ട്രോങ് ആയിട്ട് ഫേസ് ചെയ്യാനുള്ളൊരു മൈൻഡ് നമുക്കുണ്ടാവണം. പണ്ട് എനിക്ക് അത്ര ഇല്ലെങ്കിലും ഇപ്പം ഞാൻ കുറേയധികം അതിലേക്കൊരു ആക്ലിമറ്റൈസ്ഡ് ആയിട്ട് വരുന്നുള്ളതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. കാരണം എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് രണ്ട് കൽപ്പിച്ച് വരുന്നത് പോലെ വരട്ടെ എന്നും പറഞ്ഞ് മുന്നിൽ ചെന്ന് നിന്ന് കൊടുക്കാനുള്ളൊരു ധൈര്യമെങ്കിൽ ഇപ്പം തൽക്കാലം ഉണ്ട്. ചിലപ്പോൾ അത് കഴിയുമ്പോൾ ഓരോന്ന് കേൾക്കുമ്പോൾ ചിലപ്പം ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു തീയൊക്കെ കത്തി വന്നാലും അവിടം വരെങ്കിലും എത്താനുള്ളൊരു ധൈര്യം ഇപ്പം തൽക്കാലം എനിക്കുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ എന്തെങ്കിലും ഒരു ഇൻ്റർവ്യൂവിന് അയച്ചു. പക്ഷേ നിങ്ങൾ അയച്ചു എന്ന് പറയുന്നത് ചിലർ ചെയ്യില്ല. ഇൻ്റർവ്യൂവിന് അയക്കാനേ പോവില്ല. ഒന്ന് കണ്ടു കഴിഞ്ഞാൽ എനിക്കിത് കിട്ടില്ലല്ലോ, പിന്നെ ഞാൻ എന്തിനാ അയക്കുന്നത്, അങ്ങനെ ഒരു മൂഡായിരിക്കും പകുതി പേർക്ക്. ചിലർ രണ്ടും കൽപ്പിച്ച് അങ്ങ് അയക്കും. ആ അയക്കാനുള്ളൊരു മൈൻഡ് വരെ എത്തിക്കഴിഞ്ഞാൽ തന്നെ പകുതി കാര്യം സോൾവാണ്. എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി വന്നോ, എനിക്കത് ഡിസേർവിങ് അല്ലല്ലോ എന്ന് തോന്നിയാലും അത് അങ്ങോട്ട് അയക്കുക. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ വേണ്ടി ഒരു നല്ലൊരു ഫോട്ടോ എടുത്തു. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒരു കൂട്ടുകാരനെ കാണിച്ചിട്ട് എടാ ഇതെങ്ങനെയുണ്ട് എന്ന് പറയുമ്പോൾ അയ്യേ ഇതിൽ നിനക്ക് എണ്ണം വെച്ചിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അവിടെ തീർന്നു. നമ്മൾ പക്ഷെ അത് ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും എടുത്തത്. പക്ഷേ ഈ ഒരു കമൻറ്റ് കേൾക്കുമ്പോഴേ ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ തോന്നില്ല. അങ്ങനെ ഇരിക്കരുത്. നിങ്ങളത് പോസ്റ്റ് ചെയ്യുക. കുറച്ച് പേർക്കെങ്കിലും ചിലപ്പോൾ അത് ഇഷ്ടപ്പെടുന്നിരിക്കും അല്ലേ? അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ഓവർ തിങ്കിങ് അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും.